ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മെഷർ ഓഫ് ഡിസ്പെർഷനിൽ ബാക്കിയുള്ള തിയറംസും പിന്നെ പ്രോപ്പർട്ടീസുമാണ്, അതിൻ്റെ ഡെറിവേഷൻസാണ് ഇന്ന് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മീൻ ഡീവിയേഷനിലുള്ളൊരു തിയറം ഉണ്ട്, അതെന്താണെന്നുള്ളത് നോക്കാം. തിയറം: ഫോർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ മീൻ ഡീവിയേഷൻ ഫ്രം ആൻ ആവറേജ് എ ഇസ് മിനിമം വെൻ എ ഇസ് ദി മീഡിയൻ. തിയറം എന്താ പറയുന്നത് വെച്ചാൽ, നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലുള്ളൊരു ഡാറ്റ ആണെങ്കിൽ അതിൻ്റെ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഫ്രം ഇറ്റ്സ് ആവറേജ്, ആ ആവറേജ് എന്താണെന്നുള്ളത് പറഞ്ഞിട്ടില്ല, മീനോ മീഡിയൻ മോഡ് ഏത് കേസിലും നമുക്ക് മീൻ ഡീവിയേഷൻ കാണാം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ, മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ, മീൻ ഡീവിയേഷൻ എബൌട്ട് മോഡ് ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ മൂന്ന് കേസിലും ഏറ്റവും മിനിമം ആവുക എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ആവറേജ് എന്ന് പറയുന്നത് മീഡിയൻ ആകുമ്പോഴാണ് എന്നാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. Proof: let s equal to summation fi into modulus of xi minus a. നമുക്കറിയാം മീൻ ഡീവിയേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഫോർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനുള്ള കേസിലാണെങ്കിൽ ഫോർമുല എന്ന് പറയുന്നത് സമ്മേഷൻ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N ആണ്. അപ്പോൾ ഇത് ഈ മീൻ ഡീവിയേഷൻ മിനിമം ആവാന്ന് വെച്ചാൽ ഈ മുകളിലുള്ള ഭാഗം മിനിമം ആവുന്നത് എപ്പോഴാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്ത ഈ ന്യൂമറേറ്ററാണ്. ഈ ന്യൂമറേറ്റർ നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്ത്, ഇത് നമ്മളെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണ്, ഇക്വേഷൻ 1 ആയിട്ട്. ഇനി ഈ മീൻ ഡീവിയേഷൻ മിനിമം ആവാം എന്ന് പറയണമെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന വാല്യൂ മിനിമം ആവാന്നുള്ളതാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് മിനിമം ആവുക, ഏത് കേസിലാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ എസ്യൂം ചെയ്യുകയാണ് എക്സ് കെ എന്ന് പറയുന്നതാണ് നമ്മളെ മിഡ് പോയിൻ്റ്, അല്ലെങ്കിൽ അതാണ് എ എന്ന് പറയുന്ന ആവറേജിൻ്റെ തൊട്ട് താഴെ ഉള്ളതെന്ന് നമ്മൾ എസ്യൂം ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരിക? x1 ലെസ് ദാൻ x2 ലെസ് ദാൻ എക്സെട്ര എക്സ് കെ ലെസ് ദാൻ എ ലെസ് ദാൻ എക്സ് കെ പ്ലസ് 1 ലെസ് ദാൻ എക്സെട്ര എക്സ് എൻ. ഇങ്ങനെ നമ്മൾ എഴുതാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഐറ്റമാണ് എക്സ് കെ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഈ എസ്സിനെ എങ്ങനെ മാറ്റി എഴുതാം? സമ്മേഷൻ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇത് മുതൽ ഇതുവരെയുള്ളതും ഇത് മുതൽ ഇതുവരെയുള്ളതും ആക്കി നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എസ് ഈക്വൽ ടു സമ്മേഷൻ fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എ. ഇതിൽ ഐ എന്ന് പറയുന്നത് 1 to k വരെയാണ് ഉള്ളത്, എ എന്ന് പറയുന്നത് നമ്മൾ മിഡിൽ വാല്യൂ ആയിട്ടാണ് ചൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ളതിന് സമ്മേഷൻ ഐ ഫ്രം 1 to k fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് സമ്മേഷൻ ഐ ഫ്രം k പ്ലസ് 1 to n fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എ. ഇങ്ങനെ എഴുതാം അല്ലേ? അപ്പോൾ മോഡുലസ് വാല്യൂ ആയതുകൊണ്ട് സൈന് പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ ഐ ഫ്രം 1 to k fi ഇൻറ്റു എ മൈനസ് xi എന്ന് എഴുതാം, പ്ലസ് സമ്മേഷൻ ഐ ഫ്രം k പ്ലസ് 1 to n fi ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എ. ഓക്കെ, ഇനി നമ്മൾ ഈ സമ്മേഷൻ fiനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ വരിക? എ ഇൻറ്റു സമ്മേഷൻ fi ഐ ഫ്രം 1 to k മൈനസ് സമ്മേഷൻ ഐ ഫ്രം 1 to k fi xi. ആദ്യം സമ്മേഷൻ fiനെ എനോട് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ മൈനസ് സമ്മേഷൻ fi xi പ്ലസ് സമ്മേഷൻ ഐ ഫ്രം k പ്ലസ് 1 to n fi ഇൻറ്റു xi മൈനസ് സമ്മേഷൻ ഐ ഫ്രം k പ്ലസ് 1 to n fi ഇൻറ്റു എ. അതാണ് നമ്മൾ ചെയ്തത്. ഇനി ഈ എ കോമൺ ആയിട്ട് വരുന്ന ടേമിനെ നമ്മൾ ഒപ്പരെടുത്ത്, അപ്പോൾ എന്താ വരിക? എ ഇൻറ്റു സമ്മേഷൻ ഐ ഫ്രം 1 to k fi മൈനസ് സമ്മേഷൻ ഐ ഫ്രം k പ്ലസ് 1 to n fi എന്നുള്ളത് ഒരു ടേം ആക്കിയത്. പിന്നെ അടുത്ത ടേം എന്നുള്ളത് നമ്മൾ ഒപ്പര എഴുതി. അപ്പോൾ എന്താ വരിക? മൈനസ് സമ്മേഷൻ ഐ ഫ്രം k 1 to k fi xi പ്ലസ് സമ്മേഷൻ ഐ ഫ്രം k പ്ലസ് 1 to n fi xi അങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കിയിട്ട് എ ഇൻറ്റു f1 പ്ലസ് f2 എന്ന് എഴുതാം. ഈ f1 എന്ന് പറയുന്നത് എന്താണ്? f1 എന്ന് പറയുന്നത് ഈ ടേമാണ്, സമ്മേഷൻ ഐ ഫ്രം 1 to k fi മൈനസ് സമ്മേഷൻ ഐ ഫ്രം k പ്ലസ് 1 to n fi. അത് f1 ആയിട്ട് ഡിനോട്ട് ചെയ്ത്, f2 ആയിട്ട് മൈനസ് ഐ ഫ്രം 1 to k fi xi പ്ലസ് സമ്മേഷൻ ഐ ഫ്രം k പ്ലസ് 1 to n fi xi എന്ന് ഡിനോട്ട് ചെയ്ത്, എന്നിട്ട് ഈ ഇക്വേഷൻ നമ്പർ 2 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ f1ഉം f2 എന്ന് പറയുന്നത് രണ്ടും എയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. അപ്പോൾ ഈ ഇക്വേഷൻ
എസ് എന്ന് പറയുന്നത് മിനിമം ആവണമെങ്കിൽ എന്താ ആവേണ്ടതെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മിനിമം ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് വെച്ചാൽ F1 0 ആകുമ്പോഴാണ് ഫസ്റ്റ് ടേം മിനിമം ആവുക. F1 0 ആവണമെങ്കിൽ ഈ സമ്മേഷൻ I from 1 to k Fi-യും സമ്മേഷൻ I from k plus 1 to n Fi എന്ന് പറയുന്നതും ഈക്വൽ ആണെങ്കിലാണ് F1 0 ആവുക. അപ്പോഴാണ് ഈ ടേം ഈ എസ് എന്ന് പറയുന്ന ടേം തന്നെ മിനിമം ആവുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം, ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എ എന്ന് പറയുന്നത് എന്തായാലും മിഡിൽ വാല്യൂ ആയിരിക്കണം. അപ്പോൾ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് മീഡിയൻ ആവണം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്ത് ഈ F1 ഈക്വൽ ടു 0 ആവാന്ന് വെച്ചാൽ ഇത് രണ്ടും ഈക്വൽ ആവണം. ഇത് രണ്ടും ഈക്വലായി ഇത് 0 ആവുകയാണെങ്കിൽ നമ്മൾ എസ് എന്ന് പറയുന്നത് മിനിമമായി. അപ്പോൾ എ എന്ന് പറയുന്നത് മീഡിയൻ ആവുകയാണെങ്കിലാണ് നമുക്ക് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് മിനിമം ആണെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. 4 പ്രോപ്പർട്ടീസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് നോട്ട് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് ഒറിജിൻ മാറ്റുന്നതോട് കൂടിയിട്ട് ഉള്ള എഫക്റ്റ് ഒന്നും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രൂഫ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൂഫ് നോക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു n ഒബ്സർവേഷൻ്റെ സെറ്റ് എടുക്കും. അത് x1 x2 എക്സെട്ര xn ബി ദ സെറ്റ് ഓഫ് n ഒബ്സർവേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സിഗ്മ എക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ചേഞ്ച് ഓഫ് ഒറിജിൻ നടത്തണം. അതിന് വേണ്ടി നമ്മൾ y എന്ന് പറഞ്ഞൊരു ഇതെടുക്കുകയാണ്. y ഈക്വൽ ടു xi പ്ലസ് സി എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ എന്ന് പറഞ്ഞാൽ y ബാർ ഈക്വൽ ടു എക്സ് ബാർ പ്ലസ് സി ആയിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ yi മൈനസ് y ബാർ ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, xi പ്ലസ് സി മൈനസ് എക്സ് ബാർ മൈനസ് സി കിട്ടും. അപ്പോൾ എന്താ വാല്യൂ വരിക, xi മൈനസ് എക്സ് ബാർ ആണ് വരിക. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ രൂപത്തിലേക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡിഫറൻസിനെ നമ്മൾ സ്ക്വയർ ചെയ്യും. ഈ രണ്ട് ഡിഫറൻസിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് സം ചെയ്യും. അതിനുശേഷം 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൂട്ട് എടുത്ത് നോക്കും. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, സിഗ്മ y ഈക്വൽ ടു സിഗ്മ എക്സ് എന്ന് കിട്ടും. അപ്പോൾ അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒറിജിൻ മാറ്റിയെന്ന് വിചാരിച്ചിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഒരു മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. രണ്ടും സെയിം ആണ് വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് എഫക്റ്റഡ് ബൈ ചേഞ്ച് ഓഫ് സ്കെയിൽ. ചേഞ്ച് ഓഫ് ഒറിജിൻ നമ്മൾ നോക്കി xi പ്ലസ് സി ആക്കി കൊടുത്തപ്പോൾ ഒരു ചേഞ്ച് വന്നില്ല. ഇനി നമ്മൾ സ്കെയിലിൽ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ സ്കെയിലിൽ മാറ്റുമ്പോൾ xiൻ്റെ കൂടെ നമ്മൾ വേറൊരു കോൺസ്റ്റൻറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇവിടെ കണ്ടോ, yiനെ നമ്മൾ എക്സിനെ നമ്മൾ വേറൊരു കോൺസ്റ്റൻറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിൻ മാറ്റി നമുക്കൊരു ചേഞ്ച് വന്നില്ല. ഇനി സ്കെയിലിൽ മാറ്റം വരുത്തുമ്പോൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ അതേപോലെ തന്നെ നമ്മൾ yi ആദ്യം ഡിഫൈൻ ചെയ്തിരിക്കണേ, പിന്നെ y ബാർ എന്താണെന്നുള്ളത് എഴുതാം. അപ്പോൾ y ബാർ ഈക്വൽ ടു സി എക്സ് ബാർ പ്ലസ് ഡി എന്ന് കിട്ടും. പിന്നെ നെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ചെയ്തത് yi മൈനസ് y ബാർ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സി എക്സ് ഐ പ്ലസ് ഡി മൈനസ് സി എക്സ് ബാർ മൈനസ് ഡി വരും. അപ്പോൾ നമുക്ക് സി ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാറിനെ എഴുതാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഡിഫറൻസിനെ രണ്ടിനും സ്ക്വയർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ സം എടുക്കും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിനടുത്ത സ്റ്റെപ്പിൽ നമ്മൾ റൂട്ട് എടുക്കും. അങ്ങനെ റൂട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് എന്താ കിട്ടണത്, സിഗ്മ y എന്ന് പറയുന്നത് സി ഇൻറ്റു സിഗ്മ എക്സ് ആയിട്ടാണ് കിട്ടുന്നത്. നേരത്തെ കേസിൽ നമ്മൾ ഒറിജിൻ മാറ്റിയപ്പോഴും നമുക്ക് സിഗ്മ വൈയും സിഗ്മ എക്സും ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. പക്ഷേ നമ്മൾ സ്കെയിൽ മാറ്റിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സൈനെ എന്ത് വാല്യൂവിനെ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്തത് ആ വാല്യൂവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് സിഗ്മ വൈ കിട്ടുള്ളൂ. സിഗ്മ വൈ ഈക്വൽ ടു സി ടൈംസ് സിഗ്മ എക്സ് എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സ്കെയിൽ മാറ്റിയാൽ അത് എഫക്റ്റ് ചെയ്യും, ഡിഫറൻസ് വരും എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് തേർഡ് പ്രോപ്പർട്ടി എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എന്താണെന്നുള്ളതൊക്കെ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു. ഇനി ഇതെങ്ങനെയാണ് വരാമെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇഫ് വൺ ഗ്രൂപ്പ് ഓഫ് n1 ഒബ്സർവേഷൻ ഹാവ് an arithmetic mean x1 bar and standard deviation sigma 1 and another group of n2 observations have an arithmetic mean x2 bar and standard deviation sigma 2, and then the standard deviation sigma of two groups combined is given by n1 plus n2 into sigma square equal to
n1 sigma square plus n2 sigma square plus n1 d1 square plus n2 d1 square plus 2 times എഴുതിപ്പോയി n2 d1 square. അപ്പോൾ d1 എന്ന് പറയുന്നത് x1 ബാർ മൈനസ് എക്സ് ബാറും d2 എന്ന് പറയുന്നത് x2 ബാർ മൈനസ് എക്സ് ബാറുമാണ്. ഈ എക്സ് ബാർ എന്ന് പറയുന്നത് കമ്പൈൻ മീനാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? n1 ഒബ്സർവേഷൻ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മീൻ x1 ബാറും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 1 ആണ്. അതേപോലെ n2ൻ്റെത് x2 ബാറും സിഗ്മ 2 ആണ്. അപ്പോൾ ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണെന്നുള്ളത് എങ്ങനെ വരാമെന്നുള്ളത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പ്രൂഫ്. അപ്പോൾ x1 x2 എക്സെട്ര x എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഒബ്സർവേഷൻസ് ആണെന്ന് അസ്യൂം ചെയ്യുക. അതേപോലെ x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര xn2 ഡാഷ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിൻ്റെ ഒബ്സർവേഷൻ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ x1 ബാറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. 1/n സമ്മേഷൻ xi ആണ്, i ഫ്രം 1 to n1. സിഗ്മ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1/n സമ്മേഷൻ i ഫ്രം 1 to n1 xi മൈനസ് എക്സ് ബാർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി x2 ബാർ ആണെങ്കിൽ 1/n2 സമ്മേഷൻ i ഫ്രം 1 to n2 xi ഡാഷ്. സിഗ്മ 2 സ്ക്വയർ എന്ന് പറയുന്നത് 1/n സമ്മേഷൻ i ഫ്രം 1 to n2 xi ഡാഷ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. സോറി, ഇവിടെ n1ഉം ഇവിടെ n2ഉം വരും. n1 n2 ഒബ്സർവേഷൻസ് ആണല്ലോ. അപ്പോൾ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 1/n1 പ്ലസ് n2 സമ്മേഷൻ r ഫ്രം 1 to n1 പ്ലസ് n2 xr മൈനസ് എക്സ് ബാർ സ്ക്വയർ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ x1 ബാറും x2 ബാറും സിഗ്മ 1 സ്ക്വയർ സിഗ്മ 2 സ്ക്വയർ സിഗ്മ സ്ക്വയർ രണ്ടിനും കമ്പൈൻ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഇതൊന്നും നമുക്ക് എങ്ങനെ എഴുതാം? ഈ n1 പ്ലസ് n2 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ n1 പ്ലസ് n2 ഇൻറ്റു സിഗ്മ സ്ക്വയർ വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഈ ടേം സമ്മേഷൻ r ഫ്രം 1 to n1 പ്ലസ് n2 xr മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഇക്വേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എഴുതും. എങ്ങനെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ടേം n1ൻ്റെ ടേം ആക്കിയിട്ടും രണ്ടാമത്തെ n2ൻ്റെ ടേംസും ആക്കിയിട്ടും നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ വരും? സമ്മേഷൻ i ഫ്രം 1 to n1 xr മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് സമ്മേഷൻ i ഫ്രം 1 to n2 xi ഡാഷ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അങ്ങനെ രണ്ട് xi ആക്കിയിട്ടോ രണ്ട് ടേംസ് ആക്കിയിട്ട് നമുക്ക് എഴുതാം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിൻ്റെ ഇടയിൽ മൈനസ് x1 ബാറും പ്ലസ് x1 ബാറും ആഡ് ചെയ്യും. ഈ ടേമിൻ്റെ ഇടയിൽ മൈനസ് x2 ബാറും പ്ലസ് x2 ബാറും ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ i ഫ്രം 1 to n1 xi മൈനസ് x1 ബാർ പ്ലസ് x1 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് സമ്മേഷൻ i ഫ്രം 1 to n2 xi ഡാഷ് മൈനസ് x2 ബാർ പ്ലസ് x2 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയറിന് കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഒരു പാർട്ടിനും ഈ ഒരു പാർട്ടിനും നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എന്തിൻ്റെ ബേസിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് വെച്ചാൽ a പ്ലസ് ബി ഹോൾ സ്ക്വയറിനുള്ള ആ ഒരു ബേസിൽ ഇതിനെ രണ്ടിനും എക്സ്പാൻഡ് ചെയ്യും. ഈ ഒരു ടേമിനെ a ആക്കിയിട്ടും ഈ ഒരു ടേമിനെ b ആക്കിയിട്ടും എടുക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സമ്മേഷൻ i ഫ്രം 1 to n1 xi മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ പ്ലസ് x1 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് 2 ടൈംസ് xi മൈനസ് x1 ബാർ ഇൻറ്റു x1 ബാർ മൈനസ് എക്സ് ബാർ കിട്ടും. സെക്കൻഡ് ടേമിന് അതേപോലെ ചെയ്യുമ്പോൾ സമ്മേഷൻ i ഫ്രം 1 to n2 സമ്മേഷൻ xi ഡാഷ് മൈനസ് x2 ബാർ സ്ക്വയർ പ്ലസ് x2 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് 2 ടൈംസ് xi ഡാഷ് മൈനസ് x2 ബാർ ഇൻറ്റു x2 ബാർ മൈനസ് എക്സ് ബാർന്ന് കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ സമ്മേഷനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കും. അതേപോലെ ഇവിടെയുള്ള സമ്മേഷനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറയുന്നത് സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ വരും. ഇവിടെ n ടൈംസ് x1 ബാർ മൈനസ് x2 ബാർ വരും. അടുത്ത ടേമിൽ ഈ ഒരു നടുവിലായിട്ട് നമുക്ക് xi ഉള്ളിടത്ത് സമ്മേഷൻ വരും. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെയും ഈ സമ്മേഷൻ ഒപ്പരാവും. ഇവിടെ n ടൈംസ് ആവും. ഇവിടെ ഇടയിലൊരു സമ്മേഷൻ വരും. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം സമ്മേഷൻ i ഫ്രം 1 to n1 xi മൈനസ് x1 ബാർ എന്നുള്ളത് 0 ആയിപ്പോവും. ഓക്കെ, 0 ആയിപ്പോവും. കാരണം സം ഓഫ് ഡീവിയേഷൻ
ഈ ഓരോ വാല്യൂസിൽ നിന്നും നമ്മൾ മീനിനെ സബ്സ്ട്രാക്ട് ചെയ്ത് സം ചെയ്താൽ അതിന് 0 ആണ് വരാന്നുള്ളത് അരിത്തമെറ്റിക് മീനിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി പ്രകാരം ഈ ടേം 0 ആയി പോവും. അപ്പോൾ ഇത് മൊത്തം 0 ആവും. അതേപോലെ ഇവിടെ 0 ആയാൽ ഈ മൊത്തം ടേം 0 ആവും. അപ്പോൾ നമുക്ക് റിമൈനിങ് ആയിട്ട് എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n1 x1 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 ഹോൾ സ്ക്വയർ പ്ലസ് n2 x2 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നുള്ളത് വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിഫൈൻ ചെയ്തു. d1 എന്ന് പറയുന്നത് x1 ബാർ മൈനസ് എക്സ് ബാർ ആണ്. d2 എന്ന് പറയുന്നത് x2 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ ഈ ടേമിനെ n1 d1 സ്ക്വയർ എന്നും ഈ ടേമിനെ n2 d2 സ്ക്വയർ എന്നും ആക്കി മെൻഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് കമ്പൈൻ മീനിൻ്റെ ഫസ്റ്റുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ടേം മാത്രം കൺസിഡർ ചെയ്യും. n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ. അതെന്താണെന്നുള്ളത് നമുക്കറിയാം. n1 ഇൻറ്റു x1 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു x2 ബാർ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൽ ഈ എക്സ് ബാർ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ പറഞ്ഞു എക്സ് ബാർ എന്നുള്ളത് കമ്പൈൻ മീനാണെന്നുള്ളത്. അപ്പോൾ ഈ കമ്പൈൻ മീനിൻ്റെ ഇക്വേഷൻ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാം? n1 ഇൻറ്റു x1 ബാർ മൈനസ് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു x2 ബാർ മൈനസ് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് എടുക്കും. അങ്ങനെ ഓവറാൾ ഒക്കെ ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടും. ആദ്യം ഈ ഒരു ടേം കിട്ടും. പിന്നെ ഈ n1 പ്ലസ് n2 ഇൻറ്റു x1 ബാറിനെ നമ്മൾ ഈ x1 ബാറിനെ ഉള്ളിലേക്ക് എടുക്കും. അതേപോലെ ഈ x2 ബാറിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ടേമാണ് കിട്ടുക. n1 ഇൻറ്റു n1 x1 ബാർ പ്ലസ് n2 x1 ബാർ മൈനസ് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു n1 x2 ബാർ പ്ലസ് n2 x2 ബാർ മൈനസ് n1 x1 ബാർ പ്ലസ് n2 x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതൊന്നും ഈ n1 x1 ബാറും n1 x1 ബാറും കട്ടായി പോവും. അതേപോലെ n1 x2 ബാറും മൈനസ് n2 x2 ബാറും കട്ടായി പോവും. ഈ രണ്ട് ടേം കട്ടായി പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് അതിനെ ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? n1 ഇൻറ്റു n2 x1 ബാർ ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു n1 x2 ബാർ മൈനസ് x1 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ഹോൾ സ്ക്വയറിന് കിട്ടും. അങ്ങനെ ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്തൊക്കെ എഴുതുമ്പോൾ നമുക്ക് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് n1 n2 ബൈ n1 പ്ലസ് n2 x1 ബാർ മൈനസ് x2 ബാർ ഹോൾ സ്ക്വയറിന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? n1 പ്ലസ് n2 സിഗ്മ സ്ക്വയർ എന്നുള്ളത് ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, n1 പ്ലസ് n2 സിഗ്മ സ്ക്വയർ ഈക്വൽ ടു n1 സിഗ്മ സ്ക്വയർ പ്ലസ് n2 സിഗ്മ സ്ക്വയർ. ഈ ഒരു ടേമിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്, n1 n2 ബൈ n1 പ്ലസ് n2 ഇൻറ്റു x1 ബാർ മൈനസ് x2 ബാർ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് n1 പ്ലസ് n2 സിഗ്മ സ്ക്വയറിനെ അങ്ങനത്തെ ഒരു ടേമിൽ കിട്ടും. ഓക്കെ, അപ്പോൾ തേർഡ് പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്ത്. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കനോട്ട് ബി സ്മോളർ ദാൻ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷനേക്കാളും ചെറുതാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു റോ ഡാറ്റ ആണെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ആണ്. അതേപോലെ മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ആണ് വരാം. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക? ഈ സ്ക്വയർ റൂട്ട് പോയിട്ട് 1/n സമ്മേഷൻ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ വരും. അത് നമ്മൾ മോഡുലസ് രൂപത്തിൽ എഴുതുകയാണെങ്കിലും ചേഞ്ചസ് ഒന്നും വരില്ല. അപ്പോൾ എന്താ വരിക? 1/n സമ്മേഷൻ മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാറിനെ നമ്മൾ z ആയിന്ന് ചൂസ് ചെയ്ത്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയറിനെ നമുക്ക് 1/n സമ്മേഷൻ zi സ്ക്വയറിന് എഴുതാം. z എന്ന് പറയുന്നതാണ് മോഡുലസ് ഓഫ് xi മൈനസ് എക്സ് ബാർ എങ്കിൽ അതിൻ്റെ സ്ക്വയർ നമുക്ക് zi സ്ക്വയറിനാക്കി എഴുതാം. അപ്പോൾ മീൻ ഡീവിയേഷനെ നമുക്ക് z-ൻ്റെ ടേംസിൽ എഴുതുമ്പോൾ 1/n സമ്മേഷൻ zi എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൈനസ് മീൻ ഡീവിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/n സമ്മേഷൻ zi സ്ക്വയർ മൈനസ് 1/n സമ്മേഷൻ zi ഹോൾ സ്ക്വയറിന് വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയറിൻ്റെ ഒരു ഇക്വേഷനെ പോലെ ഉണ്ട്. അപ്പോൾ സിഗ്മ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു z ആണ് ഇവിടെ വരിക. കാരണം ഇവിടെ വേരിയബിൾ z ആണല്ലോ. അപ്പോൾ നമുക്ക് സിഗ്മ z സ്ക്വയർ എന്ന് എഴുതാം. സിഗ്മ z സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും
0 ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറൻസ് >0 ആണെന്നാണെങ്കിൽ അതിനർത്ഥം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ മീൻ ഡീവിയേഷൻ്റെ സ്ക്വയറിനേക്കാളും കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മീൻ ഡീവിയേഷനേക്കാളും കൂടുതലാണെന്നുള്ളത്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ് കേട്ടോ, എബൌട്ട് മീൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണെങ്കിൽ അതെപ്പോഴും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പാണ്. സെൻട്രൽ ടെൻഡൻസീൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, മീനും മീഡിയനും മോഡിനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷർ ഓഫ് ഡിസ്പേർഷനിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ സാധാരണ ഒരു ഓർഡിനറി കണ്ടീഷൻ ആണെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരിക, പിന്നെ മീൻ ഡീവിയേഷൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതിനേക്കാളും കൂടുതലായിട്ട് വാല്യൂ വരുന്നത് റേഞ്ചിനായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ക്വാർട്ടൈൽ ഡീവിയേഷൻ ലെസ് ദാൻ മീൻ ഡീവിയേഷൻ ലെസ് ദാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലെസ് ദാൻ റേഞ്ച് എന്നുള്ളത്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു സിമ്മട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 2/3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 5/6 ഇൻറ്റു മീൻ ഡീവിയേഷൻ എന്ന് എഴുതാം. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4/5 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്നുള്ളത്. പിന്നെ നമുക്ക് എന്ത് പറയാമെന്ന് വെച്ചാൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ്റ്റു മീൻ ഡീവിയേഷൻ ഇസ്റ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ള റേഷ്യോ 10:12:50 എന്നുള്ളതിലാണ് ഉണ്ടാവാന്നുള്ളത് പറയാം. ഓക്കെ, ലാസ്റ്റായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 6 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെഷർ ഓഫ് ഡിസ്പേർഷനിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്.